Hi all, myself Dr. Nikhil. Obsession. എന്താണ് obsession? So obsession is recurrent, persistent, intrusive, unwanted thoughts, images or urges which cause marked distress or anxiety to the person. So നമ്മുടെ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന നമുക്കൊരു ഡിസ്ട്രസ് ഉണ്ടാക്കുന്ന നമ്മുടെ തന്നെ ചിന്തകളെ നമുക്ക് ഒബ്സഷൻ എന്ന് വിളിക്കാം. കമ്മിങ് ടു കറി ബാക്കേഴ്സ് ഒബ്സഷൻ മൂവി. സോ മൂവിയിലെ ഹൂ ഇസ് ദ വില്ലൻ, ഹൂ ഈസ് ഒബ്സസ്ഡ് ഹിയർ, വാട്ട് ഈസ് ദ ഒബ്സഷൻ ഇൻ ദിസ് മൂവി? സോ ബെയർ എന്ന ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് മൂവി മുന്നോട്ട് പോകുന്നത്. ബെയറിനൊരു മാന്ത്രിക വടി കിട്ടുകയാണ്. മാന്ത്രിക വടി എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു ആഗ്രഹം, എന്ത് ആഗ്രഹിച്ചാലും ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിവുള്ള ഒരു വടി, മാന്ത്രിക വടി. അപ്പോൾ എങ്ങനെ ഒരു മാന്ത്രിക വടി കയ്യിൽ കിട്ടിയ ഉടനെ ബെയർ ആഗ്രഹിക്കുന്നത് നിക്കി എന്നെ സ്നേഹിക്കണം എന്നാണ്. സോ നിക്കി എന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ ഓട്ടോണമിയോ അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. അതിനെ പരിഗണിക്കണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊന്നും ബെയറിന് പോയില്ല എന്നത് അവിടെ നിൽക്കട്ടെ. ലെറ്റ്സ് സേ ബെയർ ഈസ് എൻ ഒബ്സഷൻ വിത്ത് നിക്കി. സോ നിക്കിയെ കുറിച്ചുള്ള ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് ബെയറിന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് അവനൊരു ഡിസ്ട്രസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഡിസ്ട്രസ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇമ്പൾസീവ് ഓർ കമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനായിട്ട് നിക്കി എന്നെ സ്നേഹിക്കണം എന്ന് ബെയർ മാന്ത്രിക വടിയോട് ചോദിക്കുകയാണ്. സോ ടു ലവ് എന്നതിൻ്റെ ഡെഫിനിഷൻ ബെയറിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ബെയറിന്റെ ഒബ്സഷൻ അതുപോലെ എടുത്ത് നിക്കിക്ക് കൊടുക്കുകയാണ് മാന്ത്രിക വടി ചെയ്യുന്നത്. ആൻഡ് നൗ നിക്കി ഈസ് ഇൻ ഒബ്സഷൻ വിത്ത് ബെയർ ആൻഡ് ദ ഫൺ ബിഗിൻസ്. പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ത്രില്ലിങ് ആൻഡ് ഹൊറർ മൊമെന്റ്സ് ഒക്കെ ആയിട്ട് മൂവി മുന്നോട്ട് പോവുകയാണ്. സോ അത് അവിടെ പോട്ടെ. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി സൈക്കോപത്തോളജി ഓഫ് ബെയർസ് ഒബ്സഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. സോ അങ്ങനെ ഒരു ഡിസിഷൻ, അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. ഇറ്റ് വാസ് എ ഡിസിഷൻ കംപ്ലീറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ്, അല്ലെങ്കിൽ ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് ഇമോഷൻസ് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. സോ പക്ഷെ അങ്ങനെ തോന്നുന്നു, ഐ ലവ് യു എന്ന് ബെയർ ചിന്തിക്കുമ്പോൾ, ഞാൻ നിക്കിയെ സ്നേഹിക്കുകയാണ്, എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചിന്ത വരുന്ന സമയത്ത് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണോ, അതോ നീ എന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കുകയാണോ ഞാൻ ചെയ്യുന്നത് എന്ന സ്വന്തം ചിന്തയോടുള്ള ഒരു ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ട് ബെയറിന് സാധിക്കുന്നില്ല. അതായത് ഐ ലവ് യു എന്ന് പറയുമ്പോഴും ഐ വോണ്ട് ടു ഫീൽ ലവ്ഡ്, അല്ലെങ്കിൽ ടു ഫീൽ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് നീ തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബി എൻ്റെ സംബഡീസ് ഫസ്റ്റ് പ്രയോറിറ്റി, ഒരാളുടെ ആദ്യത്തെ പ്രയോറിറ്റി ഞാനാവുകയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സേഫ്റ്റി ഫീലിംഗ്, അല്ലെങ്കിൽ ടു ലവ്, സ്നേഹിക്കപ്പെടുക, അല്ലെങ്കിൽ ടു ബി ലവ്ഡ്, സ്നേഹിക്കപ്പെടുക എന്ന് തോന്നുമ്പോൾ, എന്നൊരു അനുഭൂതി തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് എനിക്ക് നീ തോന്നിച്ചു തരണം എന്ന് വാശി പിടിക്കുകയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ബെയറിന് കഴിയുന്നില്ല. നമുക്കൊക്കെ അത് സാധിക്കാറുണ്ടോ? നമ്മുടെ പാർട്ട്ണറിനോട്, കുഞ്ഞിനോട്, അമ്മയോട്, അച്ഛനോട്, ബ്രദറിനോട്, സിസ്റ്ററിനോട്, സുഹൃത്തിനോട്, ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഐ ലവ് യു എന്ന് പറയാൻ തോന്നുമ്പോൾ നീ എന്നെ സ്നേഹിക്കണം എന്ന് വാശി പിടിക്കുകയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഏറ്റവും മനോഹരമായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളാണോ നമ്മളൊക്കെ, അതോ നമ്മളും ഒബ്സഷനിലാണോ?